ഏത് കമ്പനിയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ആഗ്രഹിക്കാത്തത്? അവരുടെ കമ്പനി കോമ്പറ്റീഷൻ മറികടന്ന് മറ്റുള്ള കമ്പനികളിൽ നിന്ന്, മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ഏതൊരു കമ്പനിയും ആഗ്രഹിക്കും. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിന് വ്യത്യസ്തത കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇന്റേണലി നടത്താൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണ് വ്രിയോ അനാലിസിസ്. വാല്യൂ, റയറിറ്റി, ഇമിറ്റബിലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ആപ്പിൾ ഫോണ് നമുക്കറിയാം, മാർക്കറ്റിൽ അതിനൊരു പ്രത്യേക ഡിമാൻഡ് ഉണ്ട് എപ്പോഴും. അതിനെന്തുകൊണ്ടാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ, ആപ്പിൾ ഫോണിൻ്റെ പ്രധാനപ്പെട്ട വാല്യൂ എന്ന് പറയുന്നത് അവരുടെ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. കാരണം ആപ്പിൾ ഫോണിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഇപ്പോൾ ഇഷ്ടംപോലെ ഫോണുകൾ ഇറങ്ങുമ്പോൾ ഡിസൈൻ മാത്രമല്ല, അവരുടെ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാല്യൂ. അത് റെയറാണോ എന്ന് ചോദിച്ചാൽ റെയറാണ്. മറ്റൊരു കമ്പനിക്കും iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഇനി അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം അതിൻ്റെ അൽഗോരിതവും അതിൻ്റെ കോഡും അതിൻ്റെ ഡിസൈനും പ്രൊട്ടക്റ്റഡ് ആണ്, ആപ്പിൾ ഫോണുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. പക്ഷേ ആപ്പിൾ കമ്പനിയെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഉണ്ട്. ലോകത്തിൽ തന്നെ മികച്ച സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമ്പനിയാണ്. നല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം അവരോടൊപ്പം ഉണ്ട്. ഇതൊക്കെയാണ് പ്രത്യേകത. ഇനി നമുക്ക് വേഗം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റ് ഒരു വ്യത്യസ്തതയില്ല. സാധാരണ രീതിയിലുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അതിങ്ങനെ പോവും, അതുപോലെ പോവും. ഇനി വ്യത്യസ്തത ഉണ്ട് എന്ന് വിചാരിക്കാം. നല്ല പ്രൊഡക്റ്റ്, റീസണബിൾ പ്രൈസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. റയർ എന്താണെന്ന് ചോദിച്ചാൽ, ബിരിയാണിയുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റുകൾ നമുക്കറിയാം. അപ്പോൾ അവരുടെ ബിരിയാണി, എല്ലായിടത്തും ബിരിയാണി ഉണ്ട്, പക്ഷെ അവരുടെ ബിരിയാണി റയറാണ്, ഭയങ്കര ടേസ്റ്റാണ്. ആ പേരിൽ അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റുകൾ നമുക്കറിയാം. ഇനി അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പ്രശ്നമാണ്. ആർക്കും കിട്ടാത്ത നല്ല രഹസ്യമായ സീക്രട്ട് രസക്കൂട്ട് അവരോടൊപ്പം ഉണ്ടെങ്കിൽ, അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത റെയർ ആയിട്ടുള്ള നല്ല വാല്യൂ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേകതയാണ്. ഇനി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റയറിറ്റി ഉണ്ട്, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, നല്ല വാല്യൂ ഉണ്ട്. പക്ഷെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഇല്ല, നല്ല ഷെഫുമാരില്ല, നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് സ്റ്റാഫ് ഇല്ല, പിന്നെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഇല്ല, റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ഇല്ല. ഇതൊന്നും നടക്കൂല. ഇനി ഓർഗനൈസേഷണൽ സെറ്റപ്പ് നല്ല അടിപൊളിയാണ്, പക്ഷെ ഈ പറഞ്ഞ വാല്യൂവും റയറിറ്റിയും ഇമിറ്റബിലിറ്റിയും ഒന്നും ഇല്ലെങ്കിൽ അതും കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ വ്രിയോ അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മളും വ്യത്യസ്തരാകും. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, പിന്നെ അതുപോലെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാനും നമുക്ക് ഉണ്ടാക്കാനും ഈ അനാലിസിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ആക്കാം.